تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. പ്രിയമുള്ള വിശ്വാസികളെ, രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വിശുദ്ധ റമദാൻ വിശ്വാസികളായ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്ന് യാത്ര പറയാൻ ഏറെ അടുത്തു നിൽക്കുന്ന സാഹചര്യത്തിലും സന്ദർഭത്തിലുമാണ് അള്ളാഹുവിൻ്റെ ഭവനത്തിൽ നാം ഒരുമിച്ചിട്ടുള്ളത്. ഇഹലോകത്തേക്കാൾ പരലോക ജീവിതം വിജയിച്ച് കിട്ടാൻ, നമുക്ക് അനുകൂലമായി കിട്ടാൻ വളരെ അനിവാര്യമായി നാം ഓരോരുത്തരും അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ വിഷയങ്ങളാണ് അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. മരണം വരെ പഠിച്ചാലും മനസ്സിലാക്കിയാലും അവസാനിക്കാത്ത അറിവുകളും വിവരങ്ങളുമാണ് അള്ളാഹുവിൻ്റെ ദീൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം നമുക്ക് അവസരം ലഭിക്കുന്നുണ്ടോ ആ അവസരങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തുക, മുതലാക്കുക എന്നതായിരിക്കണം വിശ്വാസികളായ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കണിശമായും സ്വീകരിക്കേണ്ട ഒരു നിലപാട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏറ്റവും അധികം കേൾക്കാനും മനസ്സിലാക്കാനും സാധിച്ചതായ ഒരു കാര്യം സൽക്കർമ്മങ്ങളുമായി, നന്മകളുമായി ബന്ധപ്പെട്ടതാണ്. ക്ലാസ്സുകളിലൂടെ, ഖുതുബകളിലൂടെ, ചെറിയ ചെറിയ ഉപദേശങ്ങളിലൂടെ നിരന്തരം നാം കേട്ടുകൊണ്ടിരിക്കുന്നു. സൽക്കർമ്മങ്ങളിൽ വ്യാപൃതരാകണം, നന്മകൾക്ക് വേണ്ടി ജീവിതത്തെ മാറ്റിവെക്കണം, നന്മകൾക്കുള്ള അവസരങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തണം എന്നുള്ളത്. ഇത് വിശുദ്ധ ഖുർആനിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെയും ഒരു ശൈലിയാണ്. ഖുർആനിൻ്റെ ഏത് ഭാഗം പരിശോധിക്കപ്പെട്ടാലും വിശ്വാസികളെ പരാമർശിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം സൽക്കർമ്മങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ നമുക്ക് കാണാൻ സാധിക്കും. വ്യത്യസ്തങ്ങളായ പദങ്ങളാണ് അല്ലാഹു തആല അതിനു വേണ്ടി പ്രയോഗിച്ചിട്ടുള്ളത്. ചില സ്ഥലങ്ങളിൽ കാണാം സൽക്കർമ്മങ്ങൾ, അൽ അമാലു സ്വാലിഹാത്ത്, എല്ലാ നന്മകളെയും ഉൾക്കൊള്ളുന്ന ബഹുവചന രൂപത്തിലുള്ള പ്രയോഗം നമുക്ക് കാണാൻ സാധിക്കും. ചില സ്ഥലങ്ങളിൽ
വർത്തമാനകാലത്തെയും ഭാവി കാലത്തെയും സൂചിപ്പിക്കുന്ന പ്രയോഗങ്ങൾ കാണാം. അഥവാ യഅ്മലൂന, പ്രവർത്തിക്കുന്നവർ, ചെയ്തുകൊണ്ടിരിക്കുന്നവർ, നിലവിൽ ചെയ്യുന്നു, ഇനി അങ്ങോട്ടും അവർ ചെയ്യുന്നവരാകും. വേറെ ചില ആയത്തുകളിൽ കാണാം സൽക്കർമ്മം ചെയ്തവർ, അഥവാ ഭൂതകാലത്തെ സൂചിപ്പിക്കുന്ന ശൈലിയും കാണാം. അതേപോലെ തന്നെ കൽപ്പനാരൂപവും കാണാം. നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യണം, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരായി നിങ്ങൾ മാറണം. ഈ നിലക്കുള്ള പ്രയോഗങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിലും ഇതേ ഒരു ശൈലി, രീതി കാണാൻ സാധിക്കും. തിന്മകളേക്കാൾ നന്മകളെ മുന്തിക്കണം, തിന്മകളെ മായ്ച്ചു കളയുക എന്നത് നന്മകളുടെ പ്രത്യേകതയാണ്. ആ രൂപത്തിലൊക്കെയുള്ള പരാമർശങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാം. ലോകത്ത് ഇന്നുവരെയുള്ള പ്രഗത്ഭരായ വളരെ പ്രമുഖരായ പണ്ഡിതന്മാർ, അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാർ കാര്യമായി പഠിപ്പിച്ചതും അവരുടെ ജീവിതത്തിൽ സമയം മാറ്റിവെച്ചതും എന്തിനു വേണ്ടിയാണ്? സൽക്കർമ്മങ്ങൾക്ക് വേണ്ടിയാണ്. ലോകത്ത് ഒരുപാട് സമ്പന്നരായ പണ്ഡിതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്, വലിയ ധനികരായ പണ്ഡിതന്മാർ. ബാപ്പമാരിൽ നിന്ന് അനന്തര സ്വത്ത് ഒരുപാട് കിട്ടിയ പണ്ഡിതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് ഇമാം അൽ ബുഖാരി റഹിമഹുല്ല, ഇമാം അൻ നസായി റഹിമഹുല്ല. പക്ഷെ അവരൊന്നും ദുന്യാവിൽ അവർക്ക് ലഭിച്ച സമ്പത്തിൻ്റെ വിഷയത്തിലല്ല ലോകത്തറിയപ്പെട്ടത്. ഇമാം അൽ ബുഖാരി റഹിമഹുല്ലക്ക് എത്ര ആസ്തി ഉണ്ടായിരുന്നു, ഇമാം അൻ നസായി റഹിമഹുല്ലക്ക് എത്രയധികം വരുമാന മാർഗങ്ങൾ ഉണ്ടായിരുന്നു, ആ നിലക്കൊന്നും അറിയപ്പെട്ടവരല്ല. അവരുടെ ചരിത്രം പറയവേ ഇതായിരുന്നു അവരുടെ ജീവിത സാഹചര്യം എന്ന് പറയാൻ വേണ്ടി അത്തരം കാര്യങ്ങളെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറിച്ച് അവരെല്ലാം അറിയപ്പെട്ടത് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ചെയ്ത സേവനങ്ങളുടെ പേരിലാണ്. ഖിദ്മാത്ത്, ഒരുപാട് വലിയ വലിയ സേവനങ്ങൾ ഇസ്ലാമിൻ്റെ പ്രചരണത്തിന് വേണ്ടി, അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കാൻ വേണ്ടി ചെയ്തവരാണ് മഹാരഥന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ. ഇങ്ങനെ എല്ലാ മേഖല നമ്മൾ പരിശോധിച്ചാലും വളരെ ഉയർന്നു നിൽക്കുന്ന, പ്രകാശിച്ചു നിൽക്കുന്ന, ജ്വലിച്ചു നിൽക്കുന്ന ഒരു സംഗതിയാണ് സൽക്കർമ്മങ്ങളുടെ ലോകം എന്നുള്ളത്. ഒരാൾക്ക് അല്ലാഹു നിശ്ചയിച്ച ആയുസ്സിനുള്ളിൽ എത്ര അയാൾ ഓടിയാലും അറ്റം കണ്ടെത്താൻ കഴിയാത്ത ലോകമാണ് വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച നന്മകളുടെ ലോകം എന്നുള്ളത്. അത് വലിയൊരു ബഹറാണ്, ഒരു സമുദ്രമാണ്, പരന്നു കിടക്കുന്ന ഒരു ലോകമാണ്. അതിൻ്റെ അതിരും അറ്റവും കാണാൻ നമ്മുടെ ആയുസ്സിൽ സാധ്യമല്ല. അത്രത്തോളം വിശാലമായി കിടക്കുന്ന ലോകമാണ് നന്മകളുടെ ലോകം. ആ ലോകത്തെ പരിചയപ്പെടുത്താൻ ഖുർആൻ പ്രയോഗിച്ചത് ചെറിയ ചില പദങ്ങളാണ്. വലിയ പദങ്ങളൊന്നും അതിനു വേണ്ടി കൊണ്ടുവന്നിട്ടില്ല. വിശുദ്ധ ഖുർആനിൽ ഒരു പ്രയോഗം കാണാം, അൽ ബിർ, പുണ്യം എന്നാണ്. എന്താണ് ആ വാക്കിൻ്റെ താല്പര്യം? അള്ളാഹുവിൻ്റെ ദീനിലുള്ള മുഴുവൻ കാര്യങ്ങളും ബിറാണ്, പുണ്യമാണ്. എത്ര കാര്യങ്ങളുണ്ട്
വാക്കായി, പ്രവൃത്തിയായി, വിചാരമായി എത്രയെത്ര വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളെ പരിചയപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ച പ്രയോഗം ബിർ എന്ന, പുണ്യം എന്നാണ്. എല്ലാം അതിൽപ്പെട്ടു. ഏറ്റവും വലിയ ഹജ്ജ്, അതുപോലെ ഉംറ, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, സ്വതക്ക, സലാം പറയൽ, പുഞ്ചിരിക്കൽ, ബന്ധം ചേർക്കൽ, എന്തൊക്കെയുണ്ടോ അതെല്ലാം ബിർ എന്ന വാക്കിൻ്റെ ഉള്ളിലാണ് വരിക. അതുപോലെ തന്നെ മറ്റൊരു പ്രയോഗം ഹസനത്ത് എന്നാണ്. ഹസനത്ത് എന്നാണ് ഖുർആൻ പ്രയോഗിച്ചതായി കാണാം. എന്താ ഹസനത്ത് എന്ന് പറഞ്ഞാൽ? നന്മ എന്നാണ്, നല്ലത് എന്നാണ്, കാണാൻ ഭംഗിയുള്ളത് എന്നാണ്. പ്രാർത്ഥനയായും അല്ലാതെയും ഖുർആൻ ഈ പ്രയോഗം കൊണ്ടുവന്നിട്ടുണ്ട്. മൻ ജാഅ ബിൽ ഹസന, ഒരാൾ ഒരു നന്മ ചെയ്താൽ ഫലഹു അശറു അംസാലിഹാ, അയാൾക്ക് 10 ഇരട്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൂലി കൊടുക്കുക. ഈ ഹസനത്തിൽ ഏതൊക്കെയാണ് വരിക? മനുഷ്യർ പരസ്പരമുള്ള ബാധ്യതകൾ ഇതിൽപ്പെട്ടതാണ്. അടിമകൾക്ക് ഉടമയോടുള്ള ബാധ്യതകൾ ഇതിൽപ്പെട്ടതാണ്. ഒരു ഭർത്താവിനെ സംബന്ധിച്ച് കുടുംബത്തോടുള്ള ബാധ്യത, കുടുംബത്തിന് കുടുംബനാഥനോടുള്ള ബാധ്യത, ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവർക്ക് പ്രജകളോടുള്ള ബാധ്യത, എല്ലാ മേഖലയും ഹസനത്ത് എന്ന വാക്കിൻ്റെ ഉള്ളിലാണ് വരിക. അതുപോലെ തന്നെ മറ്റൊരു പ്രയോഗം ഖൈർ എന്നാണ്, നല്ലത് എന്നാണ്, നന്മ എന്നാണ്. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ്, ഒരണുമണിത്തൂക്കം നന്മ ഒരാൾ ചെയ്താൽ, ഒരു തരിമ്പ്, മൺതരി വലിപ്പത്തിലുള്ള വളരെ ചെറിയ നിലക്കുള്ള ഒരു നന്മ ഒരാൾ ചെയ്താൽ അത് റബ്ബിൻ്റെ കോടതിയിൽ ഹാജരാക്കപ്പെടും എന്നാണ്. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹ്, ആ നന്മയുടെ വിപരീതമായ, അതിൻ്റെ നേരെ എതിരുള്ള ഒരു തിന്മ ഒരാൾ ചെയ്താൽ എത്ര ചെറുതാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയ ഏടിൽ അതുണ്ടാകും എന്നാണ്. ഇങ്ങനെ നമ്മുടെ മനസ്സിനെ ആകർഷിക്കുന്ന, നമുക്ക് വല്ലാത്ത ഇഷ്ടമുണ്ടാക്കി തരുന്ന, കേട്ടാൽ തന്നെ വേണം എന്ന് തോന്നുന്ന രൂപത്തിലുള്ള പദങ്ങളാണ് ഇതിനെ പരിചയപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, ഈ പദങ്ങൾ അടങ്ങുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണോ അത് റബ്ബിൻ്റെ കൽപ്പനയാണ്, അത് റബ്ബിൻ്റെ അനുമതിയുള്ളതാണ്, അത് റബ്ബിൻ്റെ തൃപ്തി അടങ്ങിയതാണ്. ലോകത്ത് നല്ലൊരു ശതമാനം ആളുകൾ ചിന്തിക്കാത്തതും ആലോചിക്കാത്തതുമായ ഒരു കാര്യമാണ്. ഒരു നന്മയെ വേണ്ട എന്ന് വെച്ചാൽ, ഒരു നന്മയെ തൊട്ട് അലസത കാണിച്ച് അകലാൻ ഒരാൾ നോക്കിയാൽ, ഒരു നന്മയോട് വെറുപ്പുള്ള സമീപനം ഒരാൾ സ്വീകരിച്ചാൽ എന്താ അവിടെ സംഭവിക്കുന്നത്? അള്ളാഹുവിൻ്റെ അംറിനെയാണ്, അള്ളാഹുവിൻ്റെ കൽപ്പനയെയാണ് അയാൾ തെറ്റിച്ചത്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ അനുമതിയുള്ള ഒരു കാര്യം, നമുക്ക് ചെയ്യാൻ റബ്ബ് അനുവദിച്ച ഒരു കാര്യം, അതിനെയാണ് വേണ്ട എന്ന് വെച്ചത്. മാത്രവുമല്ല, അള്ളാഹുവിൻ്റെ ഇഷ്ടവും അവൻ്റെ തൃപ്തിയും ധാരാളമായി കരഗതമാക്കാനുള്ള ഒരു വിഷയത്തെയാണ് അയാൾ അവഗണിച്ചത്. 3 അപകടങ്ങളാണ് അവിടെ സംഭവിക്കുക. അള്ളാഹുവിൻ്റെ അംറ്, അള്ളാഹുവിൻ്റെ ഇദിൻ, അള്ളാഹുവിൻ്റെ റിളാ. ഈ 3 കാര്യങ്ങളെയും അവഗണിക്കുക, നിസാരവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, അത് എന്തുമാത്രം വലിയ അപകടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടാണ്, ഒരുപാട് ത്യാഗം സഹിച്ചുകൊണ്ട്, ഒരുപാട് വിയർപ്പൊഴുക്കി, ചൂടും തണുപ്പും കാര്യമാക്കാതെ, ആക്ഷേപങ്ങൾ വകവെക്കാതെ, പരിഹാസങ്ങൾ അവിടുന്ന് തടസ്സമാകാതെ, ശാരീരികവും മാനസികവുമായ ഒരുപാട് മർദ്ദനങ്ങളേറ്റ്
ഒരൽപ്പം പോലും ഒഴിവാക്കാതെ ജീവിതത്തിൽ പകർത്തി നമുക്ക് കൈമാറിയ ഒരു വലിയ സൗഭാഗ്യത്തിൻ്റെ കലവറയാണ് നന്മകളുടെ ലോകം എന്നത്. അതിനോട് നമുക്കൊരു പുച്ഛ മനോഭാവം പാടില്ല. ആ നന്മകളെ നിസാരവൽക്കരിക്കുന്ന, അവഗണിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. യഥാർത്ഥത്തിൽ അല്ലാഹു റഹ്മാനാണ്, പരമകാരുണികനാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്താ? നമുക്ക് ദുന്യാവിൽ ശ്വസിക്കാനും കുടിക്കാനും കഴിക്കാനും താമസിക്കാനും സഞ്ചരിക്കാനും അതേപോലെ തന്നെ സാമൂഹികമായി ഇടപഴകാനും പെരുമാറാനുമൊക്കെയുള്ള അവസരങ്ങൾ ഒരുക്കി തന്നു എന്നതാണോ ഏറ്റവും വലിയ സൗഭാഗ്യം? നമ്മൾ ജീവിക്കുന്ന പരിസരം എന്തും ലഭിക്കുന്ന ഒരു പട്ടണമായി, എന്തിനും സൗകര്യപ്പെട്ട, എല്ലാവരാലും അറിയപ്പെട്ട ഒരു സ്ഥലമായി, നമുക്ക് വിശാലമായ വീടുണ്ട്, സൗകര്യമൊത്ത വാഹനമുണ്ട്. ഇതൊക്കെയാണോ പരമകാരുണികൻ എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായി നമ്മൾ പറയേണ്ടത്? ഒരിക്കലും അല്ല. മറിച്ചെന്താണ്? റബ്ബിൻ്റെ റഹ്മത്ത് കൊണ്ട് നമ്മെ പൊതിഞ്ഞു എന്നതാണ്. സമയബന്ധിതമായി നിസ്കരിക്കാൻ, നിർബന്ധ നിസ്കാരങ്ങളുടെ അനുബന്ധമായിട്ടുള്ള സുന്നത്ത് നിസ്കാരങ്ങളെ എടുക്കാൻ, നമ്മുടെ സമ്പത്തിൻ്റെ വിഹിതം സകാത്ത് കൊടുക്കാൻ, ഏതവസ്ഥയിലുള്ളവരാണെങ്കിലും ഐച്ഛികമായി നിർവഹിക്കാനുള്ള ദാനധർമ്മത്തിൽ ശ്രദ്ധ കൊടുക്കാൻ നമുക്ക് അല്ലാഹു അവസരം തന്നു എന്നതാണ് ഏറ്റവും വലിയ റഹ്മത്ത്. എന്ത് ചൂടുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ശാരീരികമായ അസ്വസ്ഥതകളുണ്ട്. അതൊന്നും വകവെക്കാതെ, വെള്ളം കുടിക്കാതെ, ഭക്ഷണം കഴിക്കാതെ, ഉറങ്ങിത്തീർക്കാതെ സഹോദരങ്ങളെ നമ്മൾ നോമ്പെടുക്കുന്നു, ഒരുപാട് സമയമെടുത്ത് ഖുർആൻ ഓതുന്നു, നിരന്തരം പ്രാർത്ഥിക്കുന്നു, പാപമോചനത്തിൽ ഏർപ്പെടുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ റഹ്മത്ത് എന്നത്. ആ റഹ്മത്തിനോളം വലിയ വരുമാനം നമുക്കില്ല. ആ റഹ്മത്തിനോളം രുചിയുള്ള ഭക്ഷണമില്ല. ആ റഹ്മത്തിനോളം രുചിയുള്ള പാനീയമില്ല. ആ റഹ്മത്തിനോളം വിശ്രമിക്കാനുള്ള ഒരു മുറി നമുക്കില്ല. സൗകര്യപ്രദമായ ഒരു വാഹനമില്ല. ഇസ്ലാം എന്ന വാഹനത്തിൽ കയറി വിശ്രമമില്ലാതെ നമ്മൾ ഓടുകയാണ്. അതെന്തുകൊണ്ടാണ് നമ്മൾ ഓടുന്നത്? ഇത് റബ്ബിൻ്റെ കൽപ്പനയാണ്. ഏത് രൂപത്തിലാണ് കൽപ്പന? ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. മാതൃകായോഗ്യരായ പ്രവാചകന്മാർ, ലോകത്തെ നന്മയിലേക്ക് വിളിക്കാൻ നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർ, അവർക്ക് വിശ്രമമുണ്ടായിട്ടില്ല, ക്ഷീണമുണ്ടായിട്ടില്ല. അവരാരും മടുപ്പ് പ്രകടിപ്പിച്ച് ഉത്തരവാദിത്തം മറന്നുപോയവരല്ല. മറിച്ച് പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ നന്മയിൽ മുന്നേറിയവരാണ്. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. വളരെ ധൃതിപ്പെട്ടുകൊണ്ട് നന്മയിലൂടെ ഓടിയിരുന്ന ആളുകളാണ് പ്രവാചകന്മാർ. ആ പാത പിൻപറ്റി, ആ മാർഗം അനുഗമിച്ച് നിങ്ങൾ എന്താവണം? ഫസ്തബിഖുൽ ഖൈറാത്ത്. ഖൈറാത്തുകൾക്ക് വേണ്ടി മത്സരിക്കണം എന്നാണ്. നല്ല മത്സര കൊതിയാണ് ഇവിടെ വേണ്ടത്. തുല്യപ്രായത്തിലുള്ളവരെ കാണുമ്പോൾ, ഒരേപോലെ ശാരീരിക അസ്വസ്ഥത അനുഭവിക്കുന്നവർ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ആഫിയത്തിനെ പറ്റി ചോദിക്കാറുണ്ട്. എന്താണ് നിന്റെ അവസ്ഥ? ഞാൻ ഇങ്ങനെയൊക്കെയാണ്. നീ ഇപ്പോൾ ഏതവസ്ഥയിലാണ്? എത്ര തരം മരുന്നുണ്ട്? ആരെയാണ് ഇപ്പോൾ കാണാറുള്ളത്? ഉറക്കം കിട്ടുന്നുണ്ടോ? എന്തൊക്കെ ചോദ്യങ്ങളാണ് സഹോദരങ്ങളെ. ആഫിയത്ത് എന്ന ഭൗതിക അനുഗ്രഹത്തെ പറ്റിയുള്ള ചോദ്യമാണ്. ആഫിയത്തിൻ്റെ അവസ്ഥ ഏത് രൂപത്തിലാകട്ടെ, എനിക്കും നിനക്കും ഒറ്റയ്ക്ക് പോകാനുള്ള മരണമെന്ന അതിഥിയെ സ്വീകരിക്കാൻ എത്ര ശതമാനം ഞാനും നീയും ആരോഗ്യത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയായിരിക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, പരിശ്രമിക്കുന്നുണ്ട് എന്ന നിലക്കുള്ള ഒരു ചോദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ നടത്താൻ നമുക്ക് സാധിക്കാറുണ്ടോ? നിനക്ക് പള്ളിയിൽ പോകാൻ കഴിയാറുണ്ടോ? എനിക്കെപ്പോഴും സാധിക്കാറില്ല. സ്വതക്ക നിർവഹിക്കാൻ
ഈ അവസ്ഥയിൽ നിന്റെ കയ്യിൽ കാശുണ്ടാകാറുണ്ടോ? മക്കൾ വല്ലതും തരാറുണ്ടോ? എന്തൊക്കെ ചോദിക്കാം. നിനക്ക് ഓതാൻ കഴിയാറുണ്ടോ? നന്മകൾ അധികരിപ്പിക്കാൻ സാധിക്കാറുണ്ടോ? പ്രാർത്ഥിക്കാൻ സാധിക്കാറുണ്ടോ? ഏറ്റവും പ്രായം ചെന്ന ആഫിയത്തിൻ്റെ അവസ്ഥയിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ വളരെ ഗുണകാംക്ഷയോടെ ഏറ്റവും ആദ്യം ചോദിക്കേണ്ട വിഷയങ്ങളാണ്. പലപ്പോഴും അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. പ്രായമുള്ളവർ പള്ളി വരാന്തകളിൽ കണ്ടുമുട്ടുമ്പോൾ അവർ വേദനകൾ പങ്കുവെക്കുന്നു, അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പങ്കുവെക്കുന്നു. അതോടൊപ്പം ആരാധനാ കർമ്മങ്ങളിൽ അവർക്ക് നിഷ്ഠ പുലർത്താൻ സാധിക്കുന്നതിനെപ്പറ്റി അവർ പങ്കുവെക്കാറുണ്ട്. അത് വല്ലാത്ത ഒരു റഹ്മത്താണ്, വല്ലാത്ത ഒരു സൗഭാഗ്യമാണ്. അതേപോലെ തന്നെ യുവത്വത്തിലെത്തിയവർ, യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തെ നല്ലൊരു ശതമാനം മാറ്റിവെക്കേണ്ടത് നന്മകൾക്ക് വേണ്ടിയാണ്. അങ്ങനെ ഒരവസരം പ്രായപൂർത്തിയാകും വരെ കിട്ടിയിട്ടില്ല, യുവത്വം കഴിഞ്ഞാൽ കിട്ടുകയുമില്ല. അതാണ് യുവത്വ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഇസ്ലാം നന്മയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന പ്രായം പഠിപ്പിച്ചപ്പോൾ യുവത്വത്തെയാണ് മുന്നോട്ട് വച്ചത്. ഏതൊരു വിഷയത്തിലും, നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ, ധർമ്മത്തിൻ്റെ കാര്യത്തിൽ, അതേപോലെ സാമൂഹികമായ നന്മകൾക്ക് നേതൃത്വം കൊടുക്കുന്ന വിഷയത്തിൽ, കുടുംബപരമായ പ്രശ്നങ്ങളിൽ പരിഹാരമുണ്ടാക്കുന്ന കാര്യത്തിൽ, ഏതൊരു മേഖലയെടുക്കുക, അവിടെ യുവാക്കളെ വിശുദ്ധ ഇസ്ലാം മുന്തിച്ചിട്ടുണ്ട്. ഇന്ന് സൗകര്യങ്ങൾ കൂടി, സംവിധാനങ്ങൾ അധികരിച്ചു, അതേപോലെ തന്നെ ഭൗതിക ലോകം ഒരുപാട് വികസിച്ചു. അതിനനുസരിച്ച് യുവത്വത്തെ ഒരുപാട് കേടുകൾ ബാധിച്ചു. ഒരുപാട് പിഴവിനുള്ള, തെറ്റിനുള്ള വാതിലുകൾ അവർക്ക് മുമ്പിൽ മലർക്കെ തുറക്കപ്പെട്ടു. അത് ഇന്നത്തെ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ നന്മകൾക്ക് വില കൊടുക്കാൻ കഴിയാതെ, പുണ്യങ്ങളുടെ മഹത്വം മനസ്സിലാക്കാതെ, സഹോദരങ്ങളെ, ചോരത്തിളപ്പുള്ള, നല്ല ഊർജമുള്ള, ഉന്മേഷമുള്ള സമയം ഒരുപാട് തിന്മകൾക്ക് അവർ മാറ്റിക്കൊടുക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബാദിറു ബിൽ അമാൽ, നന്മകൾ കൊണ്ട് നിങ്ങൾ വേഗത കാണിക്കുക. ബാദിറു ബിൽ അമാൽ, നന്മകൾ കൊണ്ട് വേഗത കാണിക്കുക. ഏതവസ്ഥയിൽ? ബാദിറു ബിൽ അമാലി ഫിതൻ, പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ. പരീക്ഷണം എന്ന് പറഞ്ഞാൽ അത് രോഗം മാത്രമല്ല. രോഗം പരീക്ഷണമായി വന്നാൽ ന്യായമായ കാരണമാണത്. ജമാഅത്ത് നിസ്കാരത്തിൽ നിന്ന് പള്ളിയെ തൊട്ട് ഒരാൾക്ക് വിട്ടു നിൽക്കേണ്ടി വരിക രോഗം എന്ന ന്യായമായ കാരണം കൊണ്ടാണ്. അത് ഇസ്ലാം ഇളവ് കൊടുത്തതാണ്. യാത്ര ഒരു പരീക്ഷണമാണ്. ദൂര യാത്രകൾ നടത്തേണ്ടി വരും, അതൊരു പരീക്ഷണമാണ്. അവിടെ ഇസ്ലാം അനുവദിച്ച ഒരു കാരണമുണ്ട്. ആ കാരണം ഒരുപക്ഷെ നന്മകൾ അധികരിപ്പിക്കുന്ന വിഷയത്തിൽ തടസ്സമായേക്കാം. ഇങ്ങനെ ഇസ്ലാം അനുവദിച്ച, ഇളവ് തന്ന ഒരുപാട് കാരണങ്ങളുണ്ട്. അതല്ലാത്ത കുറേ ഫിത്നകളിൽ, അഥവാ ഒരുപാട് ഷഹവാത്തുകളിൽപ്പെട്ട്, മനസ്സിൻ്റെ പൈശാചികമായ വികാരങ്ങളിൽപ്പെട്ട് നന്മകളെ കളഞ്ഞു കുടിക്കുന്ന, നന്മകൾക്കുള്ള അവസരങ്ങളെ തട്ടിമാറ്റുന്ന ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട്. അത് വലിയ അപകടമാണ്, ചെറിയ അപകടമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾക്ക് നേർവിപരീതം പ്രവർത്തിക്കലാണ്. ബാദിറു ബിൽ അമാലി ഫിതൻ കഖിത്അൽ ലൈലി മുദ്ലിമ, വളരെ ഇരുട്ടുള്ള, അന്ധകാരം നിറഞ്ഞ രാത്രിയിൽ അതിന് സമാനമായ ഫിത്ന ലോകത്തുണ്ടായാലും ബാദിറു ബിൽ അമാൽ, നന്മകൾ കൊണ്ട് നിങ്ങൾ ധൃതി കാണിക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ ഫിത്നയുടെ കോലം, അതിൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലാകാൻ അവിടുന്ന് ഉദാഹരണം പറയുകയാണ്. അല്ലെങ്കിൽ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന നിലവിലുള്ള ഒരു വസ്തുത, അതിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹയിലൂടെ പ്രവചിക്കുകയാണ്.
എന്താണത്? ഒരു മനുഷ്യൻ യുസ്ബിഹുർ റജുൽ മുഅ്മിന വയുംസി കാഫിറ. നേരം വെളുത്തപ്പോൾ ആള് നല്ല മുഅ്മിനായിരുന്നു, നല്ല ഈമാനുള്ള മനുഷ്യനായിരുന്നു. ജമാഅത്ത് നിസ്കാരത്തിന്, സുബഹി നിസ്കാരത്തിന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. വൈകുന്നേരമായപ്പോൾ അയാളതാ ശുദ്ധ കാഫിറായി മാറിയിട്ടുണ്ട്. രാവിലെ കണ്ട മുഅ്മിൻ വൈകുന്നേരമാകുമ്പോഴേക്ക് കാഫിറാകുന്നു. അതേപോലെ തന്നെ രാവിലെ കാഫിറായവൻ വൈകുന്നേരമാകുമ്പോഴേക്ക് മുഅ്മിനാകുന്നു. അല്ലെങ്കിൽ വൈകുന്നേരം മുഅ്മിനായവൻ നേരം വെളുക്കുമ്പോഴേക്ക് കാഫിറാകുന്നു. നേരെ തിരിച്ചുണ്ടാകുന്നു. അതിൻ്റെ കാരണവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യബീഉ ദീനഹു ബിഅർളിൻ മിനദ് ദുനിയ. ദുന്യാവെന്ന ഈ ചതിയുടെ ലോകം, ഈ വഞ്ചനയുടെ ലോകം, എല്ലാ നന്മകളിൽ നിന്നും മനുഷ്യനെ മുടക്കുന്ന പിശാച് വലിയ കാര്യമായി കാണുന്ന ഈ ലോകം, ആ ലോകത്തിനു വേണ്ടി മതത്തെ വിൽക്കുന്നു എന്നാണ്. യബീഉ ദീനഹു, ദീനിനെ പച്ചയായി വിൽക്കുന്നു. ഒരു കമ്പോള വസ്തുവാക്കി, കച്ചവട വസ്തുവാക്കി, ഒരു ചന്തയിലെ ചരക്കാക്കി അവൻ ദീനിനെ മാറ്റുന്നു. ആർക്ക് വേണ്ടിയും അവൻ മതം വിൽക്കും എന്നാണ്. സഹോദരങ്ങളെ, ഈ അപകടം എന്നോ പുലർന്നിട്ടുണ്ട്. പക്ഷേ ഇന്നത് പച്ചപ്പകല് പോലെയായിട്ടുണ്ട്. എവിടെ നോക്കിയാലും അള്ളാഹുവിൻ്റെ ദീനിനെ യാതൊരു മടിയുമില്ലാതെ വിൽപ്പന ചരക്കാക്കി വെച്ച ആളുകളെയാണ് നമ്മൾ കാണുന്നത്. പണ്ട് ഏതെങ്കിലുമൊക്കെ മൂലയിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിലോ ഒറ്റപ്പെട്ട ഭാഗങ്ങളിലോ മാത്രം നമ്മൾ കണ്ടിരുന്നത് നമ്മുടെ കുടുംബത്തിൻ്റെ അകത്ത് കുടിയിരിക്കുന്ന അവസ്ഥയാണ്. വീടിൻ്റെ പരിസരങ്ങളിൽ, അങ്ങാടികളിൽ, വഴിയോരങ്ങളിൽ, എല്ലായിടങ്ങളിലും ഏതെങ്കിലും ഒരാളുടെ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് അത് വരുന്നു. ഒന്നുകിൽ ഭാര്യയുടെ രൂപത്തിൽ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ രൂപത്തിൽ, അല്ലെങ്കിൽ മക്കളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ രൂപത്തിൽ. നമ്മളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നമുക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ രൂപത്തിൽ മതത്തെ വിൽപ്പന ചരക്കാക്കുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണ്. അത് എന്തുമാത്രം വലിയ ഭീതിയാണ്, അപകടമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ടത് എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം. ഒരിക്കലും ഈ അവസ്ഥയെ നമ്മൾ നിസ്സാരമായിട്ട് കാണാൻ പാടില്ല. അത്രത്തോളം ഗൗരവകരമായ താക്കീത് വിശുദ്ധ ഇസ്ലാം ഈ കാര്യത്തിൽ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കേൾക്കും, അഥവാ നന്മകളെ അവഗണിക്കുന്ന, പരിഹാസത്തോടെ കാണുന്ന ആളുകളെ നമ്മൾ കാണുമ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് വിചാരിക്കരുത് അറിയോ? അതൊന്നും ഞാനുമായി ബന്ധപ്പെടുന്ന, അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കേണ്ടതോ ഞാൻ പരിഗണിക്കേണ്ടതോ ആയ വിഷയം തന്നെയല്ല. അവൻ അങ്ങനെ ആയാൽ എനിക്കെന്താ പ്രശ്നം? അവൾ അങ്ങനെയായാൽ എനിക്കെന്താ കുഴപ്പം? അവരങ്ങനെയായാൽ ഞാൻ എന്ത് പഴിച്ചു? ഇങ്ങനെ ചിന്തിക്കാനേ പാടില്ല. മറിച്ച് എന്തു വേണം? ഖുർആനിൻ്റെ ഗൗരവകരമായ മുന്നറിയിപ്പ്, താക്കീത്, അതായിരിക്കണം നമ്മുടെ പേടി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വത്തഖൂ ഫിത്ന ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ. ഫിത്നയെ നിങ്ങൾ സൂക്ഷിച്ചോളി, കുഴപ്പത്തെ നിങ്ങൾ സൂക്ഷിച്ചോളി, പരീക്ഷണത്തെ നിങ്ങൾ വളരെ ജാഗ്രതയോടെ കണ്ടോളി. എന്തേ കാരണം? ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ. നിങ്ങളിൽ നിന്ന് അന്യായം ചെയ്തവരെ മാത്രമല്ല അത് പിടികൂടുക. മനസ്സിലാകുന്നുണ്ടോ? അന്യായം ചെയ്തവരെ മാത്രമല്ല പിടികൂടുക. ഈ ളുൽമിന് മുന്നിൽ നിൽക്കുന്ന, അതിന് ചുക്കാൻ പിടിക്കുന്ന, അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളെ മാത്രമല്ല അത് ബാധിക്കുക, മറിച്ച് എല്ലാവരെയും ബാധിക്കും. ഒരു വീട്ടിൽ നിസ്കാരത്തോട് അലംഭാവം കാണിക്കുന്ന ഒരാളുണ്ടെങ്കിൽ പൊതു ചർച്ച എന്താക്കാരം? നിസ്കരിക്കാത്തോനുള്ള വീടാണ് കണ്ടോ,
നിസ്കരിക്കാത്തവനുള്ള വീടാണ്. ആ വീട് മൊത്തത്തിലാണ് പ്രതി. അപ്പം ആരും നിസ്കരിക്കൂലേ? അങ്ങനെയല്ല, നിസ്കരിക്കുന്നവരുണ്ട്, എന്നാൽ പള്ളിയും കാര്യമൊന്നും ശ്രദ്ധിക്കാത്ത 1-2 അവിടെ ഉണ്ട് കണ്ടോ. അപ്പം ആ വീട് മൊത്തത്തിലാണ്. ഏതെങ്കിലും ഒരു നന്മ സക്കാത്തിൻ്റെ കാര്യത്തിലോ നോമ്പിൻ്റെ വിഷയത്തിലോ അലംഭാവം കാണിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതങ്ങനത്തെ ഒരു നാടാണ്. അവിടെ പോയാൽ നോമ്പില്ലാത്ത കുറേ എണ്ണം, അല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കാൻ ശേഷിയുള്ളവരൊക്കെ ഉണ്ട്, ഒന്നും കൊടുക്കൂല. ആ നാട്ടിൽ കൊടുക്കുന്നവരുണ്ടാകും, നോമ്പെടുക്കുന്നവരുണ്ടാകും, പക്ഷേ പ്രതി ചേർക്കപ്പെടുക ആ നാട് മുഴുവനായിട്ടാണ്. ആ നാട് മുഴുവനായിട്ടാണ്. അതിനിടയിൽ നമ്മൾ ചെയ്യുന്ന നന്മകളെ പറ്റിയുള്ള സംസാരം അത് വളരെ കുറവാക്കാരം. നന്മകളെ പറ്റി പറയുമ്പോൾ ശബ്ദം ഇങ്ങനെ താഴും, അവിടെയുള്ള പ്രശ്നങ്ങളെ പറ്റി പറയുമ്പോൾ ശബ്ദം ഇങ്ങനെ ഉയരും. അത് ഫിത്നയുടെ ഒരു പ്രകൃതമാണ്. ഇതിനെന്തേ പരിഹാരമുള്ളൂ? നമ്മളതിന് വഴി തുറന്നു കൊടുക്കാതിരിക്കുക. അതിനുള്ള എന്തെങ്കിലും ഒരു സാധ്യത പുറത്തു വരുന്നു എങ്കിൽ ഉടനെ ആ സാധ്യതയെ തടയുക എന്നതാണ് വിശ്വാസികളായ ഓരോരുത്തരും ഗൗരവത്തിൽ കാണേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കാണിച്ച റഹ്മത്തിൽ വളരെ ശ്രദ്ധേയമായ കാര്യം നോക്കൂ നിങ്ങൾ. ഇത് രണ്ടും അള്ളാഹ് വേർതിരിച്ച് തന്നു എന്നുള്ളതാണ്. അത് വലിയൊരു സൗഭാഗ്യമാണല്ലോ. നേരെ മറിച്ച് ഇതിങ്ങനെ പിരിയഴിയാതെ കിടക്കുകയാണെങ്കിൽ എന്താക്കാര അവസ്ഥ? പരസ്പരം ഇങ്ങനെ ഇണചേർന്ന് ഇഴകിച്ചേർന്ന് കിടക്കുന്ന അവസ്ഥയാണ് നന്മയും തിന്മയുമെങ്കിൽ എങ്ങനെ നമ്മൾ വേർതിരിക്കുക? നല്ല കഴമ്പുള്ള മണിയുള്ള ഒരുപാട് നെൽക്കതിരിൽ നിന്ന് പതിര് വേർതിരിക്കാനുള്ള പ്രയാസത്തിലാണ്. അതേപോലെ തന്നെ മുള്ളും കൂട്ടത്തിൽ നിന്ന് പഞ്ഞിക്കെട്ട് വേർതിരിക്കാനുള്ള പ്രയാസത്തിലെയാണ്. ഉപ്പും പഞ്ചസാരയും ഇടകലർന്നാൽ പഞ്ചസാര മണികളെ വേർതിരിക്കാനുള്ള പ്രയാസത്തിലെയാണ്. ഒക്കെ നമ്മൾ അനുഭവിക്കുകയാണ്. ഇത് രണ്ടും, ഈ പുളിയും മധുരവും അല്ലെങ്കിൽ കയ്പും മധുരവും കൂടിച്ചേർന്ന ഒരവസ്ഥയാണ് ലോകത്തിൻ്റെത്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് രണ്ടും വേർതിരിച്ചു തന്നു. ഏതൊക്കെയാണ് വലിയ വലിയ പാപങ്ങൾ, വലുതിലേക്ക് നമ്മളെ എത്തിക്കുന്ന പാപങ്ങൾ, കുഴപ്പമില്ല എന്ന നിലക്ക് ആളുകൾ കാണുന്ന തെറ്റുകൾ, അതേപോലെ തന്നെ എത്ര നമ്മൾ ശ്രദ്ധിച്ചാലും വന്നു പോകുന്നതായ തെറ്റുകൾ, എങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചാലും ചിലപ്പോൾ ഒരു കളവ്, ചിലപ്പോൾ ഒരു ഈബത്ത്, ചിലപ്പോൾ ഒരു നമീമത്ത്, ഇതൊക്കെ വന്നു പോകും. പെട്ടെന്ന് ദേഷ്യം വരിക, മറ്റുള്ളവരോട് വെറുപ്പ് തോന്നുക, ചില ആളുകളോട് മിണ്ടാതിരിക്കാൻ തോന്നുക, അങ്ങനെയൊക്കെയുള്ള പല വെറുക്കപ്പെട്ട കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു പോകും. അത് സ്വാഭാവികമാണ്, മനുഷ്യൻ്റെ പ്രകൃതമാണ്. പക്ഷെ അല്ലാഹ് കാണിച്ച റഹ്മത്ത് എന്താ? വേണ്ടതും വേണ്ടാത്തതും വേർതിരിച്ച് മാറ്റിത്തന്നു എന്നതാണ്. ഇത് വലിയൊരു നിഅമത്താണ്. അതുകൊണ്ട് ഏത് വേണം ഏത് വേണ്ട എന്നിടത്ത് നമുക്കൊരു സംശയം വരാനില്ല. ഇനി എന്ത് ന്യായം പറഞ്ഞ് ആര് വന്നാലും നമുക്ക് ധൈര്യമായിട്ട് പറയാം അത് പറ്റൂല. ഈ പലിശയുടെ പിന്നാലെ കൂടുതൽ ആളുകൾ പോകുന്നൊരു കാലമാണിപ്പോൾ. പലിശയുടെ പിന്നാലെ ഭയങ്കര പോക്കാണ്. മൊബൈൽ എടുക്കാൻ, വാഷിംഗ് മെഷീൻ വാങ്ങാൻ, അതേപോലെ ഫ്രിഡ്ജ് വാങ്ങാൻ, അതേപോലെ വീട്ടിലേക്കുള്ള ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ, വീട് വെക്കാൻ ഇന്ന് പലിശയുടെ ചെറുതും വലുതുമായ വാതിലുകൾ തുറന്ന് വെച്ച് കിടക്കുകയാണ്. അങ്ങാടികളിൽ ബോർഡ് കാണാം, 25,000 വരെ തരാ, വേണ്ടവർ വിളിക്കുക. അപ്പോൾ ആവേശത്തിൽ വിളിക്കും. എന്താ വിളി? 25,000 അവൻ കച്ചവടത്തിന് വെച്ചതാണ്. എങ്ങനെ കച്ചവടം? ഈ കടം വാങ്ങുന്നവൻ്റെ കയ്യിൽ നിന്ന് പലിശ അവനെടുക്കണം. നമ്മൾ ഈ ബോർഡ് കണ്ട് വിളിക്കും. അവൻ പല കാര്യങ്ങളും പറഞ്ഞ് സുഖിപ്പിക്കും, നമ്മളതിൽ പെടും. എന്നാലോ നല്ല നിലക്കുള്ള വരുമാനത്തിൻ്റെ വഴികളെ പറ്റിയും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഹലാലായി സമ്പാദിക്കാനുള്ള ഒരു മനുഷ്യൻ്റെ കഴിവിന് ഒത്തതായ ഒരുപാട് പണികളുണ്ട്. ആ പണികളിൽ മുഴുകി നമുക്ക് ലഭിക്കുന്ന റിസ്ക്, ആ റിസ്ക് വളരെ ബറക്കത്തുള്ളതാണ്. ആ റിസ്ക്കിൽ നിന്ന് നമ്മൾ അള്ളാഹുവിന് വേണ്ടി കൊടുക്കുന്നത് അത് വലിയ സ്വതക്കയാണ്. അതിനെ അള്ളാഹു വളർത്തും എന്നാണ്. നോക്കൂ നിങ്ങൾ, ഒരാൾക്ക് പലിശ കിട്ടണമെങ്കിൽ, ഒരാൾക്ക് ലോണ് കിട്ടണമെങ്കിൽ അയാൾ ആരെയെല്ലാം കാണണം?
എവിടെയെല്ലാം അയാൾ അലയണം, എന്തൊക്കെ അയാൾ പൂരിപ്പിക്കണം, എന്തൊക്കെ അയാൾ അതിനുവേണ്ടി ഹാജരാക്കണം. കുറേ പ്രയാസമുണ്ട്. ആ പ്രയാസങ്ങളെല്ലാം താണ്ടിയിട്ട് അയാൾക്ക് ലഭിക്കണതോ ശപിക്കപ്പെട്ട ഒരു സാധനം, അള്ളാഹു വൻ പാപങ്ങളിൽ ഉൾപ്പെടുത്തിയ ഒരു സാധനം. ഇതല്ലേ കിട്ടുന്നത്? നേരെ മറിച്ച് പകൽ കുറഞ്ഞ മണിക്കൂറുകൾ പണിയെടുത്താൽ അയാൾക്ക് ലഭിക്കുന്ന 700 അല്ലെങ്കിൽ 800 അല്ലെങ്കിൽ 1000 അല്ലെങ്കിൽ അതിലപ്പുറം, അത് അള്ളാഹു അയാൾക്ക് കണക്കാക്കിയ റിസ്ഖാണ്. ആ റിസ്ഖിൽ നിന്ന് അയാൾ അള്ളാഹ്ക്ക് വേണ്ടി കൊടുത്താലോ അത് റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. എനിക്കാര് കടം തരാനുണ്ട് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യംഹഖുല്ലാഹു റിബ, പലിശയെ അള്ളാഹു തകർത്തിരിക്കുന്നു എന്നാണ്. അള്ളാഹു അതിനെ പൊളിച്ചിരിക്കുന്നു എന്നാണ്. വയുർബി സ്വദഖാത്ത്, സ്വദഖയെ അള്ളാഹു വളർത്തുന്നു, പരിപാലിക്കുന്നു എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കൊടുക്കുന്ന സ്വദഖയെ പരിപാലിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്കത് എങ്ങനെ സഹോദരങ്ങളെ കണക്കാക്കാൻ കഴിയുക? ഒരിക്കലും കഴിയൂല, ഒരിക്കലും കഴിയൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൻ്റെ ഉദാഹരണം പറഞ്ഞു. ഒരാൾക്കുള്ള ആട്ടിൻകുട്ടിയെ, ഒരു പശുക്കുട്ടിയെ, ഒരു ഒട്ടകത്തിൻ്റെ കുട്ടിയെ, അഥവാ ഫലൂവഹു എന്നാണ്, അയാളുടെ കീഴിലുള്ള ഒരു മൃഗത്തിൻ്റെ കുട്ടിയെ ലാളിച്ച് പരിപാലിക്കുന്ന പോലെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഉദാഹരണം പറഞ്ഞു തരാണ്. ആ മൃഗക്കുട്ടി വലുതാകുന്നതിൽ കണ്ണും നട്ടിരിക്കുന്ന ഒരാളവസ്ഥ ആലോചിച്ച് നോക്കണി. ഓരോ ദിവസവും നോക്കി അതിൻ്റെ വളർച്ച, അതിന് വേണ്ട വെള്ളം കൊടുത്ത്, മരുന്ന് കൊടുത്ത്, പുല്ല് കൊടുത്ത്, അത് കിടക്കുന്നിടം വൃത്തിയാക്കി, അതിനെ ചേർത്ത് പിടിച്ച് തലോടി, അങ്ങനെ ആ പശുക്കുട്ടിയെ, ആട്ടിൻകുട്ടിയെ വളർത്തുന്നു. സഹോദരങ്ങളെ, നമ്മൾ കൊടുക്കുന്ന സ്വദഖ എന്ന അതിമഹത്തായ നന്മയെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളർത്തി വലുതാക്കുന്നു എന്നാണ്. ഇതിനെ നമ്മൾ നിസാരമായി കണ്ടാലോ? ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞ്, തടസ്സങ്ങൾ പറഞ്ഞ്, ന്യായീകരണങ്ങൾ നിരത്തി, ആവൂല, ഇപ്പോഴില്ല, തരാൻ പറ്റൂല, നൽകൂല എന്ന ഒരു മനോഭാവത്തിലേക്ക് മാറ്റപ്പെട്ടാലോ? നഷ്ടാർക്ക ആ നിലപാട് എടുത്തവർക്കാണ്. എന്നാലോ അള്ളാഹു തകർത്തതിൻ്റെ പിന്നാലെ പോകാൻ ആളുകൾക്ക് സമയമുണ്ട്. ഒരു നല്ല മൊബൈൽ എടുക്കാൻ 20,000-ഉം 25,000-ഉം വിലപിടിപ്പുള്ള മൊബൈൽ, അല്ലെങ്കിൽ 50,000, 1,00,000 വില വരുന്ന മൊബൈൽ 1000 ഉറുപ്പ്യ കൊടുത്താണ്ട് വാങ്ങുക. ബാക്കി 9,000 ചില്ലാൻ എന്താ ഈ പലിശയിലൂടെ ഇങ്ങനെ പോകുക. അതിനൊന്നും പ്രശ്നമല്ല, അതിനൊന്നും കുഴപ്പമില്ല. കാരണം എന്താ? അപ്പോൾ അവൻ്റെ ആസ്വാദനം ഈ മൊബൈലാണ്. ഒരു പക്ഷേ അവൻ ബാക്കി വെച്ച പലിശ തീർക്കാൻ അവനുണ്ടാകുമെന്നറിയില്ല. അത്ര ഉറപ്പില്ലാത്ത ജീവിതമാണിത്. ഇനിയോ വിശുദ്ധ ഇസ്ലാം നമ്മുടെ കണ്ണുകൾ കൊണ്ട്, കാതുകൾ കൊണ്ട്, നമ്മുടെ കൈകൾ കൊണ്ട്, നമ്മുടെ മനസ്സുകൊണ്ട്, നമ്മുടെ ശരീരത്തിലെ ഏതൊരു അവയവം കൊണ്ടും വ്യഭിചാരമെന്ന നിഷിദ്ധമാക്കപ്പെട്ട പ്രവൃത്തിയിലേക്കുള്ള എല്ലാ ചുവടുകളെയും തടഞ്ഞ മതമാണ്. അള്ളാഹു കാണിച്ച വലിയ കാരുണ്യമാണ്. വലാ തഖറബുസ്സിനാ ഇന്നഹു കാന ഫായിശതൻ വസാഅ സബീല. അടുത്തു പോകരുത്, വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകരുത്, സമീപിക്കരുത്. ഒരു വാക്കുകൊണ്ട്, ഒരു നോട്ടം കൊണ്ട്, ഒരു വിചാരം കൊണ്ട് വ്യഭിചാരത്തിൻ്റെ അരികിലേക്ക് പോകരുത്. ഇത് ഖുർആന്റെ കൽപ്പനയാണ്. നോക്കൂ നിങ്ങൾ, എല്ലാ സീമകളും തെറ്റിച്ചു, എല്ലാ അതിർവരമ്പുകളും തെറ്റിച്ചു. എത്രത്തോളം ഇസ്ലാം അനുവദിച്ച, ഇബാദത്തായി, ആരാധനയായി പഠിപ്പിച്ച വിവാഹത്തിൻ്റെ വേളകൾ പോലും ഒരർത്ഥത്തിൽ വ്യഭിചാരത്തിൻ്റെ വേദികളായി മാറ്റപ്പെട്ടു. ഇല്ലയെന്ന് പറയാൻ കോലല്ല, ഇല്ലയെന്ന് പറയാൻ അല്ലെങ്കിൽ നിഷേധിക്കാൻ ഒരു വകുപ്പില്ല. ആ രൂപത്തിലായി ആണും പെണ്ണും ഇടകലർന്ന്, കുട്ടികളും പ്രായപൂർത്തിയായ കുട്ടികളും അല്ലാത്തവരും, പ്രായം ചെന്നവരും, വിവാഹപ്രായമെത്തിയവരും എല്ലാവരും ഇടകലർന്ന് ഒരു സാമ്പാർ സദ്യ വിളമ്പിയ പോലെ കല്യാണങ്ങളൊക്കെ ആയി. ആർക്കാ കൈ കൊടുക്കേണ്ടത്,
ആർക്കാ കൈ കൊടുക്കാൻ പറ്റാത്തത്, ആരടുത്താ ഇരിക്കാൻ പറ്റാത്തത്, ആരെടുത്താ ഇരിക്കാൻ പറ്റുക, ഇതൊന്നും ചിന്തിക്കണില്ല, ഇതൊന്നും ആലോചിക്കണില്ല. ഏതോ ഒരു പെണ്ണും ഏതോ ഒരാണും കല്യാണത്തിൻ്റെ വേളയിൽ അവരെങ്ങനെ മാറിയിരുന്ന് കൊഞ്ചിക്കൊഴയാണ്. എവിടുന്നോ കണ്ട പരിചയം അല്ലേ, എവിടുന്നോ ഉണ്ടായ ഒരു ബന്ധം. അതിൻ്റെ മറവിൽ രണ്ടാളും ഇവിടെ നടക്കുന്ന ബഹളങ്ങളൊന്നും കാണാതെ വകവെക്കാതെ അവരവരെ ലോകത്ത് സംസാരത്തിലൂടെ നോട്ടത്തിലൂടെ വ്യഭിചാര പ്രവൃത്തിയിൽ ഏർപ്പെടുകയാണ്. അങ്ങനെയായി. എല്ലാം കഴിഞ്ഞ് ഒരാൾക്ക് അനുവദിച്ച പെണ്ണ് ആ പെണ്ണിനെ അവൻ്റെ കൂട്ടുകാർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്, ചില വീഡിയോസുകളും ഫോട്ടോസുകളും കണ്ടാൽ എന്താണെന്നറിയോ, ഈ കല്യാണം കഴിഞ്ഞ പെണ്ണിൻ്റെ ദേഹത്ത് മുട്ടിയും ഒട്ടിയും ചാരിയും ഏതൊക്കെയോ ആണുങ്ങൾ. ഇതെന്ത് ഏർപ്പാടാ? നിക്കാഹ് എന്ന ഇബാദത്തിൻ്റെ എല്ലാ പവിത്രതയും തച്ച് തകർക്കുക. ഇവന് യാതൊരു പ്രശ്നമല്ല. ഇവൻ്റെ അടുത്തോ ഏതോ വീട്ടിലെ ഏതോ നാട്ടിലെ ഇവന് അന്യയായ പെണ്ണുങ്ങൾ ഇവൻ്റെ കൂടെ, അനുവദിക്കപ്പെട്ട പെണ്ണ് അവൻ്റെ കൂട്ടുകാരെ കൂടെ, അനുവദിക്കപ്പെടാത്ത പെണ്ണുകൾ ഇവൻ്റെ കൂടെ. ഈ രൂപത്തിലായി. ആർക്കും ഒരു പ്രശ്നമല്ല. അതിനെപ്പറ്റി വല്ലതും പറഞ്ഞാലോ ഒരു പ്രത്യേക ജന്തുക്കൾ, ഒരു പ്രത്യേക വർഗം, ലോകം തിരിയാത്തവർ, കാലം തിരിയാത്തവർ ഈ വർത്താനം കൊണ്ടും വന്നു. ഇനി ഇതിലൂടെ വല്ല പ്രശ്നം ഉണ്ടായാലോ, വല്ല ഒളിച്ചോട്ടോ അല്ലെങ്കിൽ ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെട്ട് വല്ല പ്രശ്നം ഉണ്ടായാലോ പിന്നെ എല്ലാവരും കരഞ്ഞ് മൂക്കത്ത് കയ്യും വെച്ച് ലക്ഷണം കെട്ടോല്, വൃത്തി കെട്ടോല്, ഇങ്ങനെയുണ്ടൊരു വർഗം, ഇവൻ ഇങ്ങനെയാണോ ഇവൾ ഇങ്ങനെയാണോ, പിന്നെ പരാതികളോട് പരാതി. അതിലേക്കുള്ള വാതിൽ തുറന്നപ്പോൾ നമ്മളെന്ത് പറഞ്ഞു? പാടില്ല, തെറ്റാണ്. അപ്പം എല്ലാവരും കളിയാക്കി. പ്രശ്നമായപ്പോൾ എല്ലാവരും കരച്ചിലുമായി. ഇതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് അടുത്ത് പോകണ്ട, വലാ തഖറബുസ്സിന, അടുക്കണ്ട എന്ന് പറഞ്ഞത്. പിന്നെ അതും കഴിഞ്ഞു. ഇപ്പം എവിടെ എത്തി അറിയോ? ഒരാണും പെണ്ണും അവർക്ക് അനുവദിക്കപ്പെട്ട അവരെ വീട്ടിലെ റൂമിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ തനി നാണം കെട്ട പരിപാടികളാണ്. തനി നാണം കെട്ട പരിപാടികൾ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. നല്ലൊരു ശതമാനം മുസ്ലിം വീടുകളിൽ ഒരു മണവാളൻ്റെ മണവാട്ടിയെ കൊണ്ടുപോകുന്ന രംഗം കണ്ടാൽ ഇമ്മാതിരി നാണവും അറപ്പുമില്ലാത്ത അവസ്ഥയിലേക്ക് സമൂഹം മാറ്റപ്പെട്ടു. എന്താ സഹോദരങ്ങളെ ഇത്? വിശുദ്ധ ഇസ്ലാം അവിടെ പഠിപ്പിച്ച മര്യാദകൾ ഒരു പ്രശ്നമല്ല. ആ ഭാര്യയും ഭർത്താവും പരസ്പരം വുളു എടുത്ത് 2 റക്അത്ത് നിസ്കരിക്കൽ, അവരെ ജീവിതത്തിലേക്ക് ആദ്യമായി പ്രവേശിക്കുന്നു. ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ, എന്തൊക്കെ നടക്കാനുണ്ട്. ഇതൊന്നും പ്രശ്നമല്ല, ഇതൊന്നും പ്രശ്നമല്ല. എന്നിട്ട് എല്ലാവരും കൊട്ടിയും പാടിയും ചാടിയും തുള്ളിയും ഇവരെ റൂമിലേക്ക് ഇങ്ങനെ ആനയിച്ചു കൊണ്ടുപോവുക. എന്തോ ഒരു ആഘോഷ പറമ്പ് പോലെ ഒരു വീടിൻ്റെ അകം മാറ്റപ്പെടുക. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ന് ലോകത്ത് സഹോദരങ്ങളെ, അധർമ്മം, തെറ്റുകൾ വളർന്ന് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ, നാളെ ആഖിറ ലോകം നഷ്ടപ്പെടാതിരിക്കാൻ, നാളെയുടെ ലോകത്ത് ഏറ്റവും നല്ല ജീവിതം അള്ളാഹു ഒരുക്കി വെച്ചത് സ്വായത്തമാക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ, ആണാകട്ടെ പെണ്ണാകട്ടെ, നല്ല പ്രവൃത്തി, സൽപ്രവൃത്തി ഒരാൾ ചെയ്താൽ വഹുവ മുഅ്മിൻ, അവൻ്റെ പേരാണ് മുഅ്മിൻ. മുസ്ലിമാകാൻ പ്രയാസമൊന്നുമില്ല. ഷഹാദത്ത് കലിമ ചൊല്ലിയാവും മുസ്ലിമായി, അതിന് പണിയൊന്നുമില്ല. പക്ഷേ ഈമാനുള്ള മുസ്ലിമാവുക എന്നത് നല്ല പ്രയാസമുള്ള കാര്യമാണ്. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല ജീവിതം നൽകുമെന്നാണ്. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ എത്ര ക്ഷീണം സഹിച്ച്, എത്ര പ്രയാസങ്ങൾ സഹിച്ച്, എത്ര ബുദ്ധിമുട്ടുകൾ സഹിച്ച്, എന്തൊക്കെ സഹിച്ച് എണ്ണമറ്റ നന്മകൾ നമ്മൾ ചെയ്തിട്ടുണ്ടോ, അതിനേക്കാൾ ഭംഗിയിൽ, അതിനേക്കാൾ ആകർഷണീയമായ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല
ആ നന്മകൾക്കുള്ള കൂലി നമുക്ക് തരും എന്നാണ്. നമ്മൾ ചെയ്തതുപോലെ അല്ല അല്ലാഹ് തരിക. മനസ്സിലായിട്ടുണ്ടോ? നമ്മൾ ചെയ്തതുപോലെ അല്ല അല്ലാഹ് തരിക. നമ്മളൊന്നാണ് ചെയ്തത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് കണക്കിട്ടത് 1 10 മുതൽ 700 ഇരട്ടിയാണ്. 10 മുതൽ 700 ഇരട്ടിയാണ്. ഇത് ഇപ്പം നമുക്ക് മനസ്സിലാവൂല. അങ്ങനെയാണ്, ഇപ്പത് മനസ്സിലാവൂല. ഇപ്പത് മനസ്സിലാകൂല. ഏതുപോലെ അറിയോ? ഒരാൾ ഒരു വലിയ ലാഭം കിട്ടുന്ന കച്ചവടത്തെ പറ്റി നമ്മോട് ഇങ്ങനെ സംസാരിക്കുക. ഭയങ്കര ലാഭം എനിക്ക് കിട്ടും, ഓരോ മാസവും കൂടി കിട്ടും, ഇതാണ് ബിസിനസ് എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് ഇങ്ങനെ അവതരിപ്പിക്കുമ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചിട്ട് പറയാം, നടക്കൂല, അത് ശരിയാവില്ല, ഞാനില്ല എന്ന് പറഞ്ഞ് തട്ടിത്തെറിപ്പിക്കാൻ എളുപ്പമാണ്. പക്ഷേ ഈ അവതരിപ്പിക്കുന്ന ആളുടെ ഒരു കഴിവ്, ഇയാൾക്ക് ബിസിനസ് മേഖലയിൽ കഴിവുണ്ട്, ഇയാൾ പ്രാവീണ്യം നേടിയ ആളാണ്, ഇയാൾ അവതരിപ്പിച്ചത് നല്ല ഒരു ബിസിനസ്സിനെ പറ്റിയാണ്. അതൊക്കെ മനസ്സിലാക്കി അതിനെപ്പറ്റിയൊക്കെ അന്വേഷിച്ച് പഠിച്ച്, ശരി ഒരു നിശ്ചിത തുക ഞാൻ നിനക്ക് തരാം എന്ന നിലക്ക് നമ്മൾ തുക കൊടുത്ത് അതിൻ്റെ ഈ പറയപ്പെട്ട വരുമാനം ഇങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ ആ അവസ്ഥ ഇങ്ങനെ ആലോചിക്കും, ശരിയാട്ടോ, ഇത് തിരക്കടില്ല, ഇത് കുഴപ്പമില്ല, ഇതെനിക്ക് നഷ്ടമല്ല. അഥവാ നമ്മൾ കാണാത്ത ഒന്നിൻ്റെ കോലം നമുക്കറിയില്ല, നമ്മളതിൽ വിശ്വസിക്കുകയാണ്. ആഖിറ ലോകം നമ്മൾ കണ്ടിട്ടില്ല, നമ്മളാരും കണ്ടിട്ടില്ല. പക്ഷെ ആഖിറത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് കളവല്ലാത്ത വളരെ സത്യസന്ധമായ നിലക്ക് അറിയിക്കപ്പെട്ടവരാണ് നമ്മൾ, അതിൽ ഉറച്ച് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? അള്ളാഹുവിൻ്റെ ഈ വാഗ്ദാനത്തിൽ, ഈ വളരെ മഹത്തായ ഈ സന്തോഷ വാർത്തയിൽ നമുക്കൊരു സംശയം ഉണ്ടാകാൻ പാടില്ല. ആ സംശയം വന്നു കഴിഞ്ഞാൽ നന്മകൾ തൊട്ട് നമ്മൾ പിറകോട്ട് പോകും, നന്മകളെ നിസാരവൽക്കരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതില്ലാതിരിക്കാൻ ആകുന്നത്ര നമ്മൾ പരിശ്രമിക്കുക. ദുന്യാവിൽ കുറേ സ്വപ്നങ്ങൾ കണ്ട് നടക്കുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു താബിഈ പണ്ഡിതനാണ്. അദ്ദേഹം കുൽ മതാഉ ദുന്യ ഖലീൽ, പ്രവാചകർ പറയുക, ദുന്യാവിൻ്റെ സുഖം അല്ലെങ്കിൽ ദുന്യാവിൻ്റെ ചരക്ക് എന്ന് പറഞ്ഞാൽ അത് വളരെ കുറവാണ്, വളരെ കുറവാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ഒരു ക്ലാസ്, നമ്മുടെ അബ്ദുള്ള അൽ ഹിക്കമിയുടെ ഒരു ചെറിയ സംസാരം, പിന്നെ അദ്ദേഹം റിയാദിൽ നിന്ന് നടത്തിയ ഒരു ചെറിയ സംസാരം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കാണാം. അപ്പോൾ അദ്ദേഹം പറയാണ്, ഈ മരണത്തിൻ്റെ 3 അപകടങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ്, നമ്മളെല്ലാവരും മരണത്തിൻ്റെ ഒരു ക്യൂവിലാണ്, എല്ലാവരും ക്യൂവിലാണ്. പക്ഷേ നമ്മൾ ക്യൂവിൽ നിൽക്കുമ്പോഴും മുമ്പിലുള്ളവരും പിമ്പിലുള്ളവരൊക്കെ മരിച്ചു വീഴുകയാണ്. വല്ലാത്തൊരു കാര്യമാണ്. കാരണം ബാക്കിൽ കുറേ ചെറുപ്പക്കാരുണ്ടാവും, ഓരും മരിച്ചു പോകുന്നുണ്ട്. മുമ്പിൽ നമ്മളെക്കാൾ പ്രായമുള്ളവരുണ്ട്, ഓരും മരിച്ചു പോവുകയാണ്. കുട്ടികളും മരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ ക്യൂവിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ സമയം നമ്മൾ, ഇതാണ് മരണം എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഇതാണ് മരണത്തിൻ്റെ അവസ്ഥ. അപ്പോൾ ഈ നിലക്ക് ദുന്യാവ് എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞൊരു വിഭവമാണ്. എപ്പോഴും അത് അവസാനിക്കാം, എപ്പോഴും അത് തീരാ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ അറിയോ? ഈ ആയത്തിൽ പറഞ്ഞ കാര്യത്തെ ഒരാൾ സാധിക്കുന്ന വിധം അയാളെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ റഹിമല്ലാഹു അബ്ദ, ഒരടിമക്ക് അല്ലാഹു റഹ്മത്ത് കൊടുത്തിരിക്കുന്നു എന്നാണ്. ഒരടിമക്ക്, ഏതാ അടിമ? ഈ ദുന്യാവ് നിസാരമാണ് എന്ന് മനസ്സിലാക്കി ജീവിക്കുന്ന അടിമക്ക് അല്ലാഹു റഹ്മത്ത് കൊടുത്തിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ദുന്യാവിൽ സ്വപ്നം കാണുന്ന ആളെ ഉദാഹരണം എന്താണെന്നറിയോ? നല്ല ഉറക്കത്തിൽ സ്വപ്നം കാണുന്ന ഒരാളെ പോലെ എന്നാണ്. കറജിലിൻ, ഒരാൾ ഉറക്കത്തിൽ കണ്ടിട്ട് എന്തൊക്കെ സ്വപ്നം കാണും, ഭയങ്കര സ്വപ്നകരം. അയാളോളം വലിയ കോടീശ്വരൻ ചിലപ്പോൾ ലോകത്ത് വരാനുണ്ടാവില്ല, അത്ര വരെ സ്വപ്നം കാണും. പെട്ടെന്നൊരൊച്ച കേട്ട് ഒറ്റ ഉണരില്ല, ഒന്നുമില്ല. ഇതാ ദുന്യാവ് എന്ന് പറഞ്ഞാൽ. നമ്മൾ മനക്കോട്ട കെട്ടി സ്വപ്നം കണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ആ നടത്തത്തിനിടയിൽ നമ്മളെപ്പറ്റിയൊരു വാർത്ത ഇങ്ങനെ ഓടുന്നു, മരിച്ചിരിക്കുന്നു, അയാൾ വീണിരിക്കുന്നു, ഇത്രേ ഉള്ളൂ. പിന്നെ അനന്തരാവകാശികൾ കൊത്തിപ്പറിക്കുകയാണ് നമ്മളെ കാര്യം, ഉള്ളൂ. ഇതെല്ലാവർക്കും തിരിച്ചറിയുന്നൊരു വസ്തുതയാണ്. ഒരുത്തര പോലെ നിസാര കാരണം മതി. നമ്മൾ വിചാരിക്കാത്ത ഏറ്റവും ചെറിയ വിരലിൻ്റെ അറ്റത്തുണ്ടായ ഒരു ചെറിയ മുറി മതി. ആ മുറി പഴുത്ത് ശരീരമാസകലം അത് ബാധിച്ച് മരണത്തിലേക്ക് നമ്മൾ പോകും. സബബ് അങ്ങനെയാണ്.
ചിലപ്പോൾ ഒരു കാരണം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു നന്മയിലായിക്കൊണ്ട് മരിക്കുക. ഒരു നല്ല കാര്യം പറഞ്ഞ് പ്രവർത്തിച്ച് ചിന്തിച്ച് അങ്ങനെ മരിക്കുന്ന ഒരവസ്ഥ, അതായിരിക്കണം വിശ്വാസികളായ നമ്മൾ ആഗ്രഹിക്കേണ്ടത്. നമ്മുടെ ജീവിതം ആ രൂപത്തിൽ, നമ്മുടെ അവസാന നിമിഷം ആ നിലക്ക് ആയിക്കിട്ടും രൂപത്തിൽ ക്രമീകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശുദ്ധ റമദാനിലാണ് ഒരുപാട് നന്മകൾ വാരിക്കൂട്ടുന്ന അവസരത്തിൽ നമുക്ക് സ്വതക്ക എന്നത് വലിയ ഒരു അവസരമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് നമ്മൾ ധർമ്മം കൊടുത്തിട്ടുണ്ടാകും. ഞങ്ങളുടെ നാട്ടിൽ നടന്നു വരുന്ന മദ്രസ, അതുപോലെ ഖുർആൻ ഹിഫ്ളുള്ളവർക്കും അത് മുറാജ ചെയ്യാൻ പല തിരക്കിലും പെട്ടതൊക്കെ മറന്നു പോകുന്ന അവസ്ഥകളുണ്ടാവും. അപ്പോൾ അതൊക്കെ മുറാജ ചെയ്യാനുള്ള സൗകര്യം, അതേപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് 4ാമത്തെ പ്രായം മുതൽക്ക് തന്നെ ശരിക്ക് മതത്തിൻ്റെ അടിസ്ഥാനം പഠിപ്പിച്ചു കൊടുത്ത് എന്നാൽ ഭൗതികമായി കിട്ടേണ്ട കാര്യങ്ങളും കൊടുത്തു വരുന്ന സംവിധാനങ്ങളൊക്കെ വർഷങ്ങളായി നടന്നു വരുന്ന ഒരു സൗകര്യമുണ്ട്. നിലവിൽ അതിന് നല്ല ഒരു ഷെഡ് ഉണ്ടായിരുന്നു. പ്രവർത്തകൻ്റെ പറമ്പിൽ ഒരു ഷെഡ് ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ സ്വത്ത് ഓഹരി വെക്കുന്ന സമയമായപ്പോൾ അത് വിട്ടുകൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ 10,000 രൂപയോളം വാടക കൊടുത്ത്, അത്രത്തോളം ഏകദേശം വരുന്ന വാടക കൊടുത്താണ് നിലവിലത് പോകുന്നത്. അതുപോലെ ഈ വാടകയും ശമ്പളവും എല്ലാം കൂടി ഒരു 40,000-ൻ്റെ മുകളിൽ ഒരു മാസം ചെലവ് വരുന്നുണ്ട്. നാട്ടിലെ കുറഞ്ഞ പ്രവർത്തകർ അവരെ കൈകളിലുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ കുറച്ച് കടം, ഒരു 1,00,000-ൻ്റെ അപ്പുറം കടം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് മുന്നോട്ട് പോകാനുള്ള സമ്പത്തും ആവശ്യമാണ്. റമദാനിൽ കിട്ടുന്ന കുറച്ച് ക്ലാസ്സുകൾ, അധിക ക്ലാസ്സുകൾ ഏൽക്കാനും റമദാനിൽ പറ്റൂല, യാത്രയും കാര്യമൊക്കെ. അപ്പോൾ കുറഞ്ഞ ക്ലാസ്സുകൾ കിട്ടുമ്പോൾ അവിടെ പോയി സംസാരിച്ച് എടുക്കുന്ന കളക്ഷൻ മാത്രമാണ് ഉപകരിക്കാറുള്ളത്. അതേപോലെ 15 സെൻറ്റ് സ്ഥലം 40 ലക്ഷം രൂപ നാട്ടിൽ നിന്നും അല്ലാതെയുമൊക്കെയായി പിരിച്ച് ഈ സംവിധാനത്തിനും പള്ളിക്കും വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇറങ്ങണം. ഏകദേശം 50 ലക്ഷം രൂപ അതിനും ആവശ്യമാണ്. റമദാന് ശേഷം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പ്രവേശിക്കും. ഈ ഒരു സാഹചര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളാൽ കഴിയുന്ന സഹായ സഹകരണം നൽകണമെന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകളിലും നമ്മുടെ പങ്കാളിത്തം അറിയിക്കാനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് മരണം വരെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.